അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ താരീഖ് അഖ്ലാഖ് മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോ എപ്പിസോഡിന്റെ അവസാന എപ്പിസോഡാണിത്. 2019 2018 ചോദ്യപേപ്പർ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ആ ചോദ്യപേപ്പർ ചർച്ച ചെയ്യുന്നില്ല. കാരണം 2018 ഉള്ള ചോദ്യങ്ങളൊക്കെ അതിന്റെ പാറ്റേൺ, അതിന്റെ ആ ശൈലി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2025 പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇപ്പൊ 2018 ചോദ്യ പേപ്പറിലെ ഒരുപാട് മാറ്റം 2024-25 വർഷത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 2018 ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കുന്നില്ല. ഇനി ഇപ്പൊ നമ്മൾ 2019 നോക്കുന്നത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് 2024 ചോദ്യ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പൊ നമ്മൾ 2019 കൂടി അവസാനിപ്പിക്കും. 2019 ചോദ്യം നോക്കുക. ഒന്നാമത് ശരി അടയാളപ്പെടുത്താനാണ്. 1, ദോഷം ചെയ്താൽ ഉടനെ ചെയ്യണം. എന്താണ്? തൗബ. ഇത് ആവർത്തിക്കുന്ന ചോദ്യമാണ്, ശ്രദ്ധിക്കണം. അടുത്തത് 2, സ്വർണ വെട്ടുകിളികൾ എന്നാണ്. അത് കളികൾ എന്നായിട്ടുണ്ട്. വെട്ടുകിളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ. വെട്ടുകിളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ ഏതാണ്? അയ്യൂബ് അലൈഹിസ്സലാം അല്ലെ? ക്ഷമ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചാണ്. പക്ഷെ ഇന്ത്യ ജനാധിപത്യം വളരെ എളുപ്പമാണ് രാജ്യം. 4, ഉഹുദിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നവർ 1000, 3000. ഏതാ ശരി? 1000. അടുത്തത് ഹിജറ 2-ാം വർഷം നടന്നത് ഏതാണ്? ബദർ. നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബദർ യുദ്ധം നടന്ന വർഷം ഹിജറ 2-ാം വർഷം. അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താ? പ്രതിരോധത്തിന് അനുവാദം ലഭിച്ച മാസം സ്വഫർ മാസം. ഏതാണ്? സ്വഫർ. 2, സഖീഫ് ഗോത്രക്കാരെ ഉപരോധിച്ചത് എത്ര ദിവസം? 20 ദിവസം. അടുത്തത് ഹജ്ജത്തുൽ വിദാഅ് നടന്ന ഹിജറ വർഷം ഹിജറ 10. വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജത്തുൽ വിദാഅ്, അതുപോലെ മക്ക വിജയം, റസൂലുള്ളാഹിന്റെ വഫാത്ത്. ഇത്തരം വർഷങ്ങളൊക്കെ നല്ലോണം ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ചു വരുന്നതാണ്. ഹജ്ജത്തുൽ വിദാഅ് നടന്ന ഹിജറ വർഷം ഹിജറ 10. അമല് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇഖ്ലാസ്. ഇത് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞ ചോദ്യമാണ്. ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് എന്ത്? തൗബ. ഇതൊക്കെ ആവർത്തിക്കുന്നതാണ്. അടുത്ത് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഇതങ്ങനെ ആവർത്തിച്ചിട്ടില്ല. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? അത് നമ്മൾ അഖ്ലാഖിലാണ് പഠിക്കുന്നത് അല്ലെ? അഖ്ലാഖും താരീഖും മിക്സ് ആയിട്ടാണല്ലോ ചോദ്യം വരിക. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. അത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, കേട്ടതെല്ലാം പറയരുത്, കാരണം എന്ത്? കേട്ടതെല്ലാം പറഞ്ഞാൽ എന്തുണ്ടാകും? അതില് കുറെ കളവുണ്ടാകും അല്ലെ? അതാണ് അതിന്റെ ഉത്തരം. അത് നമ്മൾ ടെക്സ്റ്റിലുള്ള പോലെ തന്നെ പറയണം. അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. എന്താണ്? അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. അത് നമ്മൾ ആദ്യം ചിന്ത പിന്നെ സംസാരം എന്ന് പറഞ്ഞ പാഠത്തിലുണ്ട് അതിന്റെ ഉത്തരം. അടുത്തത് കേട്ടതെല്ലാം പറയരുത്, കാരണം എന്ത്? അടുത്ത ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്ത്? ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്ത്? നമ്മൾ താരീഖിൽ പഠിച്ച പാഠാണത്. ഈ ബൈഅത്ത് എന്ന് പറഞ്ഞാൽ കരാർ എന്നർത്ഥം. ബൈഅത്ത് പറഞ്ഞാൽ കരാർ. അപ്പോൾ ഏത് കരാറാണ് നമ്മൾ പഠിച്ചത്? ഹുദൈബിയ സന്ധി. അതാണ് നമ്മൾ ഒരു കരാർ പഠിച്ചത്. അപ്പൊ ആ പാഠത്തിലെ ചോദ്യമാണിത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു എന്ന് പറഞ്ഞ് ശത്രുക്കൾ എന്ത് ചെയ്തു? കള്ളപ്രചരണം നടത്തി. അപ്പോ ഈ വാർത്ത കേട്ട് സ്വഹാബത്ത് തീരുമാനിച്ചു എന്ത്? ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഒരു 1.5 തീരുമാനമാണത്. അതിനാണ് ബൈഅത്തുൽ റിദ്വാൻ. അത് വളരെ സംഭവ ബഹുലമായ ഒരു തീരുമാനം അല്ലെ? ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് സ്വഹാബികൾ പറയാണ്. ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഈ കരാറിനാണ് എന്ത് പറയുക? ബൈഅത്തുർ റിദ്വാൻ. ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പാഠത്തിലാണ് ഇതുള്ളത്. തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല, കാരണം എന്ത്? ഇത് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തബൂക്കിൽ യുദ്ധം വേണ്ടി വരാത്തതിന്റെ കാരണം എന്ത്? എന്താണ്? ആ റോമൻ രാജാവ് എന്ത് ചെയ്തു? സന്ധിക്ക് തയ്യാറായി അല്ലെ? അതാണ് അതിന്റെ ഉത്തരം. റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാവുകയും ചെയ്തു. അപ്പൊ അത് നിർബന്ധമായും കാണാതെ പഠിക്കുക. ആവർത്തിച്ചു വരുന്ന ചോദ്യമാണത്. അടുത്ത ചോദ്യം, വിട്ട ഭാഗം പൂർത്തിയാക്കാം. എന്താണ്? കർമ്മശാസ്ത്ര നിയമങ്ങൾ ഡാഷ്. കർമ്മശാസ്ത്ര നിയമങ്ങൾ എന്താ? കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മദ്ഹബുകളുടെ ഇമാമുകൾ. ഇതുവരെ എഴുതണം. ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും
ചെയ്തവരാണ് മദ്ഹബിന്റെ ഇമാമുകൾ. ഇത് പഠിച്ചു വെക്കുക. അടുത്തത് വമൻ അഗ്ലക ഡാഷ് ആമിനുൻ. അത് നമ്മൾ മക്ക വിജയ് എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കുന്നതാണ്. വമൻ അഗ്ലക അലൈഹി ബാബഹു ഫഹു ആമിനുൻ. ആരെങ്കിലും അവരെ വീടിന്റെ വാതിലടച്ച് വീട്ടിലിരുന്നാൽ അവൻ എന്താണ്? നിർഭയരാണ്, ഞങ്ങൾ അവരൊന്നും ചെയ്യൂല എന്നർത്ഥം. അടുത്തത് അംഗബലമല്ല ഇസ്ലാമിലെ വിജയത്തിന്റെ നിദാനം. അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിനു നിദാനം. അത് കാണാതെ പഠിക്കുക. അനീതിക്കെതിരിൽ ഒരു വിജയം എന്ന മുഅ്തത്ത് യുദ്ധത്തിനെ പറ്റി പറയുന്ന പാഠത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ചോദ്യം ഇതാ വന്നു, ആവർത്തിച്ചു വന്നു. അഫല അകൂന അബ്ദൻ ഷക്കൂറ. അഫല ഡാഷ് ഷക്കൂറ. അഫല അകൂന അബ്ദൻ ഷക്കൂറ. അടുത്തത് ഫാത്തിമ കട്ടാലും ഞാൻ ഡാഷ് എന്താ? കൈമുറിക്കും എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലേ? അപ്പോ അത് പിന്നെ വൻദോഷങ്ങൾ പറയുന്ന പാഠത്തില് അഖ്ലാഖിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ശക്തിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അടുത്തത് ചേർത്തി എഴുതാം. മക്ക വിജയം ഉണ്ടായ മാസം. നിങ്ങൾ താരീഖിന് പ്രത്യേകം പഠിക്കേണ്ടത് ഓരോ സംഭവത്തിന്റെയും വർഷവും മാസവും എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഈ ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാം. അടുത്തത് മക്ക വിജയം ഉണ്ടായ മാസം. മക്ക വിജയം ഉണ്ടായ മാസം ഏതാണ്? റമദാൻ. അടുത്ത് ലജ്ജയില്ലാത്തവൻ ഉണ്ടാവുകയില്ല. എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവുകയില്ല. അടുത്തത് പുരുഷൻ സ്വർണം ധരിക്കൽ. അത് വളരെ സിമ്പിളാണ്, ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, ഹറാമാണ്. അടുത്ത് ഖന്തക്ക് യുദ്ധം നടന്നത് ഷവ്വാൽ മാസത്തിലാണ്. അടുത്തത് ഖൈബർ ഉപരോധം നടന്നത് മുഹറം മാസത്തിലാണ്. അപ്പോൾ അവിടെ ഒന്നധികം ഉണ്ട് ഷെറ്, അത് ഉത്തരമല്ല. അടുത്തത് ആശയം എഴുതാനാണ്. ഫഹാമിലുൽ മിസ്കി ഇമ്മാ അൻ യുഹ്ദിയക വ ഇമ്മാ അൻ തതബഅ മിൻഹു. മിസ്ക് പറഞ്ഞാൽ എന്താണ്? കസ്തൂരി. അപ്പൊ കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും, അല്ലെങ്കിൽ അവനിൽ നിന്ന് വാങ്ങിയേക്കും. ഇതാണ് അതിന്റെ ഉത്തരം. അർത്ഥം എന്താണ്? കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും, അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിയേക്കും. അതാണ് അതിന്റെ മീനിങ്. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിച്ചു വരുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. നമ്മൾ തൊട്ട് മുമ്പിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് ആ പാഠത്തിന് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണിത്. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ട്. അത് കാണാതെ പഠിക്കുക. അടുത്തത് വ്യക്തമാക്കാം. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ജനനം, വഫാത്ത്, വയസ്സ്. ജനനം 220, വഫാത്ത് 324, വയസ്സ് 64. അത് 324 220 കുറച്ചാലും മനസ്സിലാവും. 64 കാണാൻ പഠിക്കണം എന്നില്ല. ഓക്കെ. അപ്പൊ അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.